നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ ഇപ്പോൾ വൈറലാകുന്നത്. മറ്റൊന്നുമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നതും അതുപോലെ അവരെ ആക്രമിക്കുന്നതും അവരുടെ വായിൽ തോന്നിയ വാക്കുകളെല്ലാം വളരെ മോശം അശ്ലീല പദങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോയാണ്. ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം ഗണനവിരുദ്ധ പ്രതിഷേധത്തിനിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ വസ്ത്രമുരിയാനും ദൃശ്യങ്ങൾ പകർത്താനും ശ്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ 2 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് നടക്കുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. നടന്നിരിക്കുന്നത് ഡിസംബർ 27-നാണ്. എന്നാൽ ആ ഡിസംബർ 27-ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് വളരെ വേഗത്തിൽ നടപടി എടുത്തിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ 14 ഗ്രാമങ്ങളിൽ നിന്നുള്ള താമസക്കാരാണ് പ്രദേശത്ത് പ്രഖ്യാപിച്ച ഗണന പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഡിസംബർ 27-നാണ് പ്രതിഷേധം അക്രമാസക്തമാവുകയായിരുന്നു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പോലീസുകാരെ ആക്രമിക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പ്രതിഷേധക്കാരെ നേരിടാൻ വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. സംഘർഷത്തിനിടെ അവിടെ കുടുങ്ങിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിലത്ത് വീഴുകയും പുരുഷന്മാർ വസ്ത്രം വലിച്ചു കീറാൻ ശ്രമിക്കുകയുമായിരുന്നു. കൈകൾ കൂപ്പി വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുകയും താൻ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്ന് യാചിക്കുകയും ചെയ്യുന്ന പോലീസുകാരിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തിനാണ് ഇവിടെ വന്നത്, അടി വേണോ എന്ന് ചോദിച്ച് ചെരുപ്പ് വെച്ച് അടിക്കാൻ ഒരാൾ ശ്രമിക്കുന്നതും വസ്ത്രം വലിച്ചു കീറുന്ന മറ്റൊരാളെയുമാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. ഈ ക്രൂരകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ അക്രമികളിൽ ഒരാൾ തന്നെയാണ് ചിത്രീകരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തതായി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആകാശ് മാർക്കം സ്ഥിരീകരിച്ചു. ഈ വീഡിയോ ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. പോലീസുകാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ സുരക്ഷ എന്തായിരിക്കുമെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇരട്ട എഞ്ചിനുള്ള BJP സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത്. രാജ്യത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഈ സംഭവം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഏതായാലും 2 പേരെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവാം. കാരണം ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത്രയേറെ ദിവസങ്ങളായിട്ട് അവിടെ തുടർന്നു വന്നിരുന്ന ഒരു പ്രതിഷേധം അക്രമാസക്തമാകുന്ന ഒരു ഘട്ടത്തിൽ അവിടെ അതിനെ നിയന്ത്രിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ പ്രതിഷേധക്കാരുടെ ഇടയിൽ വീഴുന്നതും പിന്നീട് അവരെല്ലാം കൂട്ടം ചേർന്ന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ അതിക്രൂരമായി അവരുടെ വസ്ത്രങ്ങൾ യൂണിഫോം വലിച്ചു കീറുന്നതും അത് ചിത്രീകരിക്കുന്നതും അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും അവരെ അശ്ലീലം പറയുന്നതെല്ലാം അത്തരത്തിലൊരു സാഹചര്യത്തിനുള്ള വഴി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. കൂടുതൽ ആളുകൾ ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതൊരിക്കലും നിയമം കാക്കുന്ന നിയമപാലകരെ, പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ആക്രമിച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളത് മാത്രമാണ്.